ഗെറ്റ് ഔട്ട് സാഹിത്യ. ആന്റി ഞാൻ എന്താ ചെയ്തേ? എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ആരെന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്ന് ആലോചിക്കാനുള്ള ക്ഷമയൊന്നും എനിക്കിപ്പോ ഇല്ല. നോക്ക്, മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. എന്റെ തലയ്ക്കാകെ ഭ്രാന്ത് പിടിച്ചിരിക്കാൻ ഞാൻ എന്തായാലും ചെയ്തു പോകും. ആന്റി പ്ലീസ്, ആന്റി ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലേ. ഒന്ന് സമാധാനപ്പെട്. ആന്റിക്ക് നല്ല സങ്കടമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. വാട്ട്? എനിക്ക് സങ്കടോ? ഇത് വെറും ഒരു സങ്കടമാണോ? നിന്റെ തലയ്ക്ക് നല്ല സുഖമില്ലേ സാഹിത്യ? അവളീ വീട്ടിൽ കാലുകുത്താൻ പാടില്ല എന്ന് കരുതി ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ആ ശാരിക അതെല്ലാം കുളമാക്കി നശിപ്പിച്ചില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടില്ലേ? അവളെയും അവളുടെ വീട്ടുകാരെയും ഞാൻ വെറുതെ വിടില്ല. വീണ്ടും പഴയ സുഹാസിനിയുടെ ക്യാരക്ടർ എടുക്കണ്ടെന്ന് വിചാരിച്ചതാ. സിറ്റുവേഷൻസ് ഒക്കെ തന്ത്രപരമായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്ന് തന്നെ ഞാൻ കരുതിയത്. പക്ഷെ ശരിക്കുള്ള സുഹാസിനിയുടെ സ്വഭാവം എന്താണെന്ന് ആർക്കും അറിയില്ല. അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും ആന്റി. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പുറപ്പെട്ട് ആരെങ്കിലും എന്തെങ്കിലും തെറ്റിദ്ധരിച്ചാലോ? എനിക്കിത് ക്ഷമിക്കാൻ പറ്റില്ല. എന്റെ ആ പഴയ സ്വഭാവം പുറത്തെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതായി നടന്നത്. പക്ഷെ ഇവിടെയുള്ള ആർക്കും ഇങ്ങനൊരു സുഹാസിനിയെ വേണ്ട. സൗമ്യമായിട്ടുള്ള എന്റെ ഈ മുഖംമൂടിക്ക് പുറകിൽ ക്രൂരമായ മറ്റൊരു മുഖമുണ്ട് സാഹിത്യ. ഇനി മുതൽ എല്ലാരും അങ്ങനൊരു സുഹാസിനിയെ കാണൂ. അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യം എന്താവും ആന്റി? വേദാന്തും അമൂല്യം ചേർന്ന് ആരതിയും വിക്കിയെ ഒന്നാക്കി. ഇപ്പൊ സ്വപ്നത്തിൽ പോലും നീ ആ പേര് ഉച്ചരിച്ചു പോവരുത്. എന്റെ കൺമുന്നിലായി എല്ലാം തകിടം മറിഞ്ഞത്. അതേപോലെ വേദാന്തിന്റെ മുമ്പിലും അവനൊന്നും ചെയ്യാൻ കഴിയാത്ത വിധം അവന് ചുറ്റും കോട്ട കെട്ടി നിന്നെ ഞാൻ ഈ വീടിന്റെ മരുമകളാക്കിയിരിക്കും. ഇത് സുഹാസിനി നിനക്ക് തരുന്ന ഉറപ്പാ. ഈ ജെയിംസ് ജഗദീഷിനെ പറ്റി ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. സുമേഷ് ചേട്ടൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ജഗദീഷ് ചേട്ടനെ കണ്ണടച്ച് വിശ്വസിക്കാം. ഞങ്ങൾ അവരെ റോട്ടിലിട്ടാലും കടലിൽ കൊണ്ടുപോയിട്ടാലും എവിടെ ഇട്ടാലും ആദ്യം മരിക്കുന്നത് ഞാനാണല്ലോ. എനിക്കാണ് നീന്താനും അറിയില്ല. എല്ലാത്തിനും ഉത്തരം കാണുമല്ലോ തനിക്ക്. എപ്പോഴും ഇങ്ങനെ തറുതല പറഞ്ഞുകൊണ്ടിരിക്കും. എന്ത് വേണമെങ്കിലും ചെയ്യും. എനിക്കെന്താ? സുമേഷേ, ഞാൻ വന്നടാ. കല്യാണം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പക്ഷേ കയ്യിൽ ഒരു കാശ് പോലും ഇല്ല. ബാക്കി ചെലവൊക്കെ വിക്രാന്ത് വേദാന്ത് നോക്കിയാലും നമ്മുടെ ചെലവൊക്കെ എങ്ങനെ നടക്കും എന്തോ. എല്ലാം സമാധാനമായിട്ട് നടന്നു. ഇനി ഞങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ. അമ്മേ, കണ്ണ, അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചെറിയ മുറിവേ ഉള്ളൂ. അല്ല, അമ്മയ്ക്ക് എന്ത് പറ്റി? അത് പറയ്. എനിക്കൊന്നും പറ്റിയില്ല മോനെ. കാറ്ററിംഗ് സാധനങ്ങളൊക്കെ വിൽക്കാനുണ്ടെന്നും വേഗം വാ എന്ന് പറഞ്ഞ് കോൾ ചെയ്തില്ലേ? അത് വിൽക്കാനും മാത്രം എന്താ ഉണ്ടായേ? എല്ലാം വിൽക്കണമെന്ന് തന്നെയാണോ അമ്മേ? അതെ കണ്ണ, എല്ലാം വിൽക്കുക.
പുറത്ത് കളഞ്ഞേക്കും. വലതുകാല് കൊണ്ട് അരുതട്ടി വലതുകാല് വെച്ച് കയറി വാ മോളെ. ആരതി ഒരു മിനിറ്റ്. ഒരു കാലം കൊണ്ട് തൊട്ടാൻ പോയിട്ട് വെറുതെ ബാലൻസ് സെറ്റ് വീഴണ്ട. അതുകൊണ്ട് എന്റെ കൈ പിടിച്ചോ. അവന് കൺസേൺ കൊണ്ട് പറഞ്ഞതാണേ. ചേട്ടാ, ഇത് കുറച്ച് കൂടിപ്പോയില്ലേ? ചേച്ചി എന്താ ഫുട്ബോൾ ആണോ കളിക്കാൻ പോകുന്നത്? വീഴാതിരിക്കാനായിട്ട് പിടിക്കണം അത്രേ, വീഴാതിരിക്കാൻ. ആരതി, എല്ലാവർക്കും നല്ലത് വരട്ടെ, വീടിന് ഉയർച്ച ഉണ്ടാകട്ടെ എന്നൊക്കെ മനസ്സിൽ പ്രാർത്ഥിച്ച് വലതുകാല് വെച്ച് കയറി വാ മോളെ. ഞാൻ ചോദിച്ചതെല്ലാം നീ എനിക്ക് തന്നു ദൈവമേ. ഇനി അങ്ങോട്ട് നല്ലതായിരിക്കണേ. ഞാൻ കാരണം ഈ വീടിന് ഒരു കുഴപ്പമില്ലാതെ ഉയർച്ച മാത്രം ഉണ്ടാക്കി എന്നെ അനുഗ്രഹിക്കണേ. ഇവള് കാര്യമായിട്ട് എന്തെങ്കിലും വഴിപാട് നടന്നിട്ടുണ്ടോ? ആരതി, ഒരു മിനിറ്റ്. അത്ര ഈസി ആയിട്ടൊരു ന്യൂ എൻട്രിക്കുള്ള അവസരം തരുമോ ഞാൻ? നിന്റെ നാത്തൂനാ മോളെ ഞാൻ. അധികാരം കാണിക്കാനുള്ള ഒരു ചാൻസ് കളയാൻ പറ്റുമോ? കൈക്കൂലി തരാതെ ഇങ്ങോട്ട് കയറുന്നത് ആലോചിക്കേ വേണ്ട. എടുക്കെടുക്ക്. ഇതെന്ത് നോൺസെൻസ് ആദ്യ. ഇപ്പോഴാണ് കൈക്കൂലി വയ്ക്കുന്നത്. ചുമ്മാ ഇരിക്കും. നീ വെറുതെ ഇരിക്കെ. നിന്നോട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ആദ്യ. ആദ്യ വീടിനകത്തേക്ക് കയറ്റ്. പറ്റില്ല. എന്ത് ചെയ്യും നീ? എന്ത് വരല് ചെയ്യാം. മിസ്റ്റർ, ഇത് പെണ്ണുങ്ങളുടെ കാര്യ. നീ ഇതീ തലയിടേണ്ട കാര്യമില്ല. ചേട്ടാ, ഇതൊക്കെ എന്താ? കാം ഡൗൺ വിക്രാന്ത്, ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? ഓ, നിങ്ങൾ ഒരേ പാർട്ടി ആയിരുന്നല്ലേ? അല്ല, ഇതൊക്കെ ആരോടാ ഞാനീ പറയുന്നേ? എടുക്ക്, കൈക്കൂലി എടുക്ക്. ഇല്ലെങ്കിൽ ടോൾ ഗേറ്റ് ഓപ്പൺ ആവില്ല. ആദ്യ എന്താണെന്ന് വെച്ചാ പെട്ടെന്ന് ചെയ്. ആരതി, വേഗം. എന്റെ കയ്യിൽ ഒന്നുമില്ല ഏട്ടത്തി. ഉള്ളിലേക്ക് പോവാൻ പെർമിഷൻ വേണമെങ്കിൽ നീ നിന്റെ ഭർത്താവിന്റെ പേര് പറയണം. എന്തായിരുതി ഇതിനെന്തിനാ ഇത്ര നാണിക്കുന്നേ? നിന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ലാസ്റ്റ് ചാൻസ് ആരതി. ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ മാത്രം എൻട്രി, ഇല്ലെങ്കിൽ നോ എൻട്രി. ഇതൊക്കെ ഒരു ടാസ്ക് ആണോ? എന്റെ പേര് അവൾക്കാണോ അതോ നിനക്കാണോ അറിയാത്തെ? നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്ന് ഇങ്ങനെ വൈകിക്കൊണ്ടേയിരിക്കും. മിണ്ടാതിരിക്കും അവിടെ. ആരതി, കം ഓൺ ഫാസ്റ്റ്. ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് എൻട്രി തരില്ല കേട്ടോ. ഇത് എന്റെ അവകാശം, ആരും ചോദിക്കാൻ വരില്ല. വിക്കി എന്നാണ്.
ഞാൻ നിന്നോട് നിക്നെയിം അല്ലേ ചോദിച്ചത് ആരതി? ശരിക്കുള്ള പേര് പറ. വിക്രാന്ത്. ആ എന്റെ പൊന്നളിയാ, ഇനി നിന്നോടാണോ? നീ പറ. എനിക്കൊരു പ്രശ്നമില്ല, എല്ലാവരും ശരിക്ക് കേട്ടോ. എന്റെ സ്വപ്നറാണി, എന്റെ പ്രണയിനി, ഇപ്പൊ എന്റെ ഭാര്യ ആരതി. നിന്നോടിനി പുതിയതായിട്ട് പറയണോ? അവരും ഇവരൊന്നും വേണ്ട, അതൊക്കെ ഒരു സൈഡിൽ വെച്ചേക്ക്. പെണ്ണിനെ പോലെ നാണിച്ചിരിക്കുന്നു. ഇനിയും കുറെ പരിപാടി നടത്താണ്ട്, വേഗം പറ. എന്റെ ഭാര്യ, എന്റെ ലൗലി ആരതി. നിങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ വന്നിരിക്കുന്ന മഹാലക്ഷ്മിയെ വീട്ടിനകത്തേക്ക് കയറ്റാം. അരി തട്ടി ഐശ്വര്യത്തോടെ വീട്ടിലേക്ക് കയറി വാ മോളെ. കേറി വാ മോളെ. വെൽക്കം ആരതി. ചക്രവ്യൂഹത്തിനകത്തേക്ക് നിനക്ക് സുഖകരമായ സ്വാഗതം. ഇനിയാ നീ അനുഭവിക്കാൻ പോകുന്നത്. വേദാന്ത്, കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ ഇവിടെ കാര്യം? വേഗം പോവാൻ നോക്ക്. എന്തായാലും അവസാനം നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നല്ലോ. അതെ ഏട്ടത്തി, എല്ലാം നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം. ഏയ് അമ്മു, പതുക്കെ. അമ്മു, അമ്മു, അമൂല്യ, പതിയെ കുടിക്കേ, പതിയെ കുടിക്കേ. എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നേ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആർ യു ഓക്കേ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. എനിക്ക് ഇനിയും ഈ ടെൻഷൻ കൊണ്ട് നടക്കാൻ വയ്യ മൂല്യ. പറയാ മൂല്യ, പറയേ. കാരണം എന്താ നീ പറ. എന്താന്ന് വെച്ചാ ഐ ലവ് യു, ഐ ലവ് യു. Are you okay? നിന്നോടാ ചോദിക്കുന്ന അമൂല്യ. Are you okay? ഓക്കേ. അവസാനം നമ്മൾ ആഗ്രഹിച്ച് നടന്നു അമൂല്യ. ആരതി വീട്ടിലെ മരുമകളായിട്ട് വന്നു. ആദ്യ കല്യാണം കഴിഞ്ഞ് പോയപ്പോ ഈ വീട് ഉറങ്ങിയ പോലെ എനിക്ക് തോന്നിയത്. ഇപ്പൊ ആരതി ഇങ്ങോട്ട് വന്നപ്പോ ഈ വീടിന് പിന്നെ ജീവൻ വെച്ച പോലെ.
ആഗ്രഹിച്ചതിൽ ഇനിയും ബാക്കിയുണ്ട് വേദാന്ത്. എന്നാലും ഞാൻ ഐ ലവ് യു എന്ന് പറഞ്ഞതിനെ പറ്റി നീ ഇതുവരെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഭാഗ്യം. കഴുതയുടെ വാല് 10000 കൊല്ലം കുഴലിട്ടാലും അത് നിവരില്ലെന്ന് എനിക്കറിയാം. നിന്ന നിപ്പില് സ്വപ്നം കാണുന്ന ലോകത്തിൽ ഏക ജീവി നീ തന്നെയായിരിക്കും. അല്ലല്ല, അത് ഞാൻ ചേച്ചിയെ പറ്റിയും ചേട്ടനെ പറ്റിയും ആലോചിക്കായിരുന്നു. എന്തൊക്കെയായാലും ഇവിടെ വരെയൊക്കെ എത്തിയല്ലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വിവാഹം നന്നായിട്ട് നടന്നല്ലോ, അത് തന്നെ ഭാഗ്യം. കറക്റ്റ്, അത് സത്യമാണ്. അതൊക്കെ ശരി. ആ ശാരികയുടെ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പില്ലേ നീ എന്തോ വിചിത്രമായിട്ട് പെരുമാറുന്നത് ഞാൻ ചോദിച്ചപ്പോ അപ്പൊ നീ എന്താ എന്നോട് പറഞ്ഞത്? അതൊന്നുകൂടെ പറഞ്ഞേ. നിനക്കെങ്ങനെ ഇപ്പൊ ഈ ചുമ പെട്ടെന്ന് വന്നത്? അയ്യോ, ഓക്കെ. അവൻ അതിനെപ്പറ്റി ഒന്നും ചോദിച്ചില്ലല്ലോ എന്നോർത്ത് റിലാക്സ് ചെയ്ത് നിന്നപ്പോ ഇപ്പൊ അതിനെ പറ്റിയാണല്ലോ ചോദിക്കുന്നേ. അമൂല്യ, അമൂല്യ. അയ്യോ, അത് ഞാൻ മറന്നുപോയി. അമ്മയുടെ ഒരു മിസ് കോൾ ഉണ്ടായിരുന്നു. ഞാനൊന്ന് തിരിച്ചു വിളിക്കട്ടെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ടെൻഷൻ ആവും. ഞാൻ പറയുന്നു. കണ്ണ, എല്ലാം കഴിഞ്ഞോ മോനെ? അമ്മേ, ഏറെക്കുറെ കഴിയാറായിട്ടുണ്ട്. കുറച്ചുകൂടെ ബാക്കിയുള്ളൂ. എന്താ പ്രമീത്, ധ്രുവ പാത്രങ്ങളൊക്കെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? അതൊക്കെ നിന്റെ കാറ്ററിംഗ് പാത്രങ്ങളല്ലേ? അതേന്നേ, നിങ്ങൾ കടം വാങ്ങിച്ചതും അമ്മ തന്നതും ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് എല്ലാം ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവായി കഴിഞ്ഞു. അതുകൊണ്ടാ. ശരി, അതിനും ഇതിനും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ടെന്ന്. വന്നവരെല്ലാം നമ്മൾ സൽക്കരിച്ചു. എന്നാൽ മകള് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരു വിഷമം എനിക്കുണ്ട്. എന്നുവെച്ചാ? അതേന്നേ, അതായത് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം നമ്മൾ തന്നെയല്ലേ കൊടുത്തയക്കേണ്ടത്. അയ്യോ പ്രമി, ആ കുടുംബത്തിൽ എന്തു കുറവുണ്ടെന്ന് കരുതിയാ നീ പറയുന്നേ? ഒരു 20 കുടുംബങ്ങൾക്ക് വേണ്ട സൗകര്യം അവിടെ ഉണ്ട്. അവിടെ ഒന്നും ഇല്ലെന്ന് കരുതിയല്ലല്ലോ നമ്മളിതൊന്നും കൊടുത്തയക്കുന്നതേ. എന്നാലും മകള് മറ്റൊരു കുടുംബത്തിൽ ചെന്ന് കയറുമ്പോ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ആചാരത്തിന്റെ ഭാഗമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ തല മരവിച്ചു പോയിരിക്കുക. ഞാൻ നിന്നെ വിശ്വസിക്കുക. ഈ പ്രശ്നത്തിൽ നിന്നൊക്കെ എന്നെ ഒന്ന് രക്ഷിച്ച് എന്റെ മീനാക്ഷി എനിക്ക് തിരിച്ചു കിട്ടാനൊന്ന് സഹായിക്കും. ആദ്യം എന്നെ ഒന്ന് വിശ്വസിച്ചിരുന്നെങ്കിലേ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടിയാനെ. നിന്റെ മീനാക്ഷിയെ കിട്ടുമായിരുന്നു. കോട്ടെ വിട്, ഇപ്പോഴെങ്കിലും നിനക്ക് ബുദ്ധി കുറിച്ചല്ലോ. ഇനി നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. ജഗദീഷ് ചേട്ടാ, ആദ്യം തന്നെ വൈൻ ഷോപ്പ് പോയിട്ട് ഒരു 90 അടിച്ചിട്ട് ഡീപ്പായിട്ട് ആലോചിക്കാം. 90 അടിക്കാനോ? എന്നാ ഈ ഡിസ്കഷന് ഞാൻ റെഡിയാ. നമുക്ക് പൈസ ആഭരണങ്ങളൊന്നും കൊടുക്കാനുള്ള കഴിവൊന്നുമില്ല. കുറഞ്ഞത് ഇത്രയെങ്കിലും നമ്മൾ കൊടുത്തില്ലെങ്കിൽ എങ്ങനെയെന്ന് പറ. സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഓരോ വസ്തുവിനോടും പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടാവും. നമ്മൾ കൊടുത്തയക്കുന്ന പാത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അവൾ പാചകം ചെയ്യുമ്പോ ആ സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ? അതൊരു ഓർമ്മയാണ്, അനുഭവമാണ്, ചടങ്ങാണ്. അതുകൊണ്ട് പാത്രങ്ങളുടെ കൂടെ ആരതി ദിവസവും ദീപം കൊളുത്തിയിരുന്ന വിളക്കും കൂടി കൊടുത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ടെന്താ ഇവിടത്തെ പാത്രങ്ങളെല്ലാം വിറ്റ് കിട്ടുന്ന കാശ് ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണോ? ഞാൻ ആലോചിച്ചിട്ട് വേറൊരു വഴിയും കാണുന്നില്ല. അയ്യോ പ്രമി, ആരതി കാറ്ററിംഗ് നിന്റെ സ്വപ്നമല്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും വഴി കാണുമായിരുന്നല്ലോ. ഇതെല്ലാം എന്നിന്ന് മറച്ചു പിടിക്കുന്ന എന്തിനാ പ്രമി? ശരി, ഞാൻ കണ്ണനെ കൂട്ടിയിട്ട് വരാം. അത് വേണ്ട. നിങ്ങളുടെ കയ്യിൽ അത്രയും പണമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മുൻപുണ്ടായിരുന്ന കടം വിക്കി തീർത്തു. അത് തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവില്ലെന്ന് കരുതരുത്. ഇനി ഇതിനു വേണ്ടി ആരുടെ മുന്നിലും ചെന്ന് നിങ്ങൾ കൈ നീട്ടരുത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. അധ്വാനിക്കാൻ ഒരുപാട് വഴികളുണ്ട് നമ്മുടെ മുന്നിൽ. നമ്മുടെ കണ്ണൻ കണ്ടില്ലേ, അവൻ എത്രയാ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതെന്ന്. അവനാണ് എന്റെ വഴികാട്ടി. എന്റെ മുന്നിൽ വേറെയും വഴികളുണ്ട്. ഞാൻ തോൽക്കില്ല. നമുക്ക് രണ്ടുപേർക്കും കഷ്ടപ്പെടാം. ദൈവം